നോക്കാം ഓണത്തിന് ശേഷമുള്ള സ്കീമുകൾ ഫസ്റ്റ് വീഡിയോ ഓണത്തിന്റെ സമയത്ത് ഒന്നുമില്ല ശേഷം ആണ് നമ്മൾ സ്പെഷ്യൽ റൈറ്റ് കൊണ്ടുവന്നത് 2014 മോഡൽ റിറ്റ്സ് VXI സെക്കൻഡ് ഓണർഷിപ്പ് വെഹിക്കിൾ. അത് കെ സീരീസ് എഞ്ചിൻ 1.2 ആയിരിക്കും വരുന്നുണ്ട്. പക്ഷെ ന്യൂ ഷേപ്പിലേക്ക് വരുന്ന നേരം സാധാരണ റിറ്റ്സിൽ കാണുന്നതിനേക്കാളും ഏകദേശം മൈലേജ് ഒരു 13-15 ഉള്ളിൽ മൈലേജ് പറയാറുണ്ട്. സ്വിഫ്റ്റ് റിറ്റ്സിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. റിറ്റ്സ് അല്ല, സ്വിഫ്റ്റിൽ വേറെ ഡിസൈറിൽ വരുന്നുണ്ട്. ചെറിയ വ്യത്യാസത്തിലും സെയിം എഞ്ചിൻ വരുന്നുണ്ട്. ഇത് നമുക്ക് 2,75,000 കൊടുക്കാം. 2,75 2014 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 98,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള റിറ്റ്സ് VXI AC പോർഷൻ 4 ഡോർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും. ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സ് എക്സ്ട്രാ സ്റ്റാർ റേസിംഗ് വീൽസിന്റെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂ ഷേപ്പിൽ അത്യാവശ്യം ബോഡി ഷേപ്പ് കാണുന്ന വണ്ടിയാണ്. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ ആ എമൗണ്ടിൽ തന്നെ ഫുള്ള് ലോൺ കൊടുക്കാം. 2.25 ഫുള്ള് എമൗണ്ട് ലോണും ചെയ്ത് കൊടുക്കാം. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കോഴിക്കോട് ജില്ലയിൽ പാവങ്ങാട് സെക്കൻഡ് ചോയ്സ് മൊമോഗൻ അടുത്തുള്ളത്. ഓണത്തിന് ശേഷമുള്ള വീഡിയോ ആണ്. അതിനെക്കൊണ്ട് തന്നെ ഓണത്തിന് ഓഫറായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വണ്ടികളുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച റിറ്റ്സൊക്കെ പോലെ തന്നെ കുറച്ച് വണ്ടികൾ അധികം നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ നമുക്കുള്ള ഓരോ വണ്ടികളും പരിചയപ്പെട്ട് തുടങ്ങാം. സോ വീഡിയോ കാണുന്നതിന് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വണ്ടി 2014 മോഡൽ ആക്സെന്റ് ഡീസൽ. ചില സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. 1 ലാഖിന് അടുത്ത് ഓടിയ വണ്ടി. 2014 മോഡൽ CRDI S ആണ് വേരിയന്റ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ആണ്. SX വേരിയന്റ് SX. ഓക്കെ, നമുക്ക് ഫുൾ എമൗണ്ട് ലോണിൽ തന്നെ ഇത് കൊടുക്കാൻ പറ്റും. 3,20,000 രൂപയ്ക്ക് വണ്ടി വരാം. 2013 വണ്ടി 14 ഡീസൽ ആക്സെന്റിൽ CRDI എഞ്ചിൻ വരുന്ന 20ന്റെ പുറത്ത് മൈലേജ് കിട്ടുന്ന വണ്ടി. റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഇല്ല. നമുക്ക് കിലോമീറ്റർ 1 ലാഖ് അബവ് ഓടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് കാലിക്കറ്റ് രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് ഇത്. സ്പോർട്സ് വേരിയന്റിൽ 1.2 എഞ്ചിൻ വരുന്ന പെട്രോൾ വേർഷൻ. കാപ്പ എഞ്ചിനായിരിക്കും. 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. കിലോമീറ്റർ കിലോമീറ്റർ 1 ലാഖ് അബവ് ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. നമുക്കത് 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. അത്ര തന്നെ ലോണും അവൈലബിൾ ആയിരിക്കും. AC പോർഷനും 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും. എയർ ബാഗിന്റെ കൂടെ ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. നിലവിൽ ഇപ്പോൾ എടുക്കുന്നതൊക്കെ എന്തെങ്കിലും കാര്യമായിട്ട് വർക്ക് എന്തെങ്കിലും ഇതിന്റെ മുകളിൽ പെൻഡിങ് പെട്രോൾ വണ്ടിയാണ്. മെയിൻലി വലിയ ഉണ്ടാവില്ല, കുറവാണ്. ഡീസലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് വണ്ടിയാണ്. 3 ലക്ഷം. എത്ര റേറ്റ്? 3 ലക്ഷം രൂപയ്ക്ക് 3 ലക്ഷം ലോൺ കിട്ടുന്നത്. ലോണും ചെയ്യാൻ ചാൻസ് കിട്ടുന്നുണ്ട്. കിഡ് നമുക്ക് 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, ഇത് നമ്മൾ ഇവിടെ ആസ്കിങ് അല്ല, നമുക്ക് നെറ്റ് റേറ്റ് 195 കൊടുക്കാം. 195 2016 കിഡ്. 800 cc ആണോ 1000 cc? 800 cc സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. RST എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. 800 cc അകത്ത് 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. RSTയിൽ ഒരു ടച്ച് സ്ക്രീനും അതേപോലെ തന്നെ ബാക്ക് സെൻസേഴ്സും ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗിന്റെ കൂടെ. ലോണൊക്കെ 16 ഫുൾ. 16 എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് 1,75 എന്തായാലും കിട്ടും. നല്ല ഫയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത്യാവശ്യം നല്ല ടയറും കാണുന്നുണ്ട്. കണ്ട എല്ലാ വണ്ടിക്ക് അത്യാവശ്യം നല്ല ടയർ. എല്ലാം അധികം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, അടുത്ത സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ വരുന്ന 2017 മോഡൽ KUV ഡീസലാണ്. കിലോമീറ്റർ എഞ്ചിൻ അല്ലേ? 20ന്റെ പുറത്ത് മൈലേജ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ. ഇത് K2 K2 ഒരു റിവേഴ്സ് ക്യാമറ എക്സ്ട്രാ പ്ലസ് എന്നുള്ള ഒരു വേരിയന്റ് വരുന്ന K2 പ്ലസ് അല്ലേ? ഇതിൽ 2,95,000 കൊടുക്കാം. 2.5 വരെ ലോണ് അവൈലബിൾ ആണ്. ഓക്കെ, 2 എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ നടുവേനുള്ള ആൾക്കാർക്കൊക്കെ പറ്റുന്ന സാധനം. അതേസമയം സെൻട്രൽ ഒരു സീറ്റ് വരുമ്പോൾ 6 സീറ്റർ ചെറിയ ബഡ്ജറ്റിൽ കിട്ടുന്ന വണ്ടി. 4 പവർ വിൻഡോസ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 2,95,000 കൊടുക്കാം. അത്യാവശ്യം നല്ല 4 ടയറും ഉണ്ട്. 2.95 റേഞ്ചിൽ ലോൺ റേഞ്ച്. അടുത്ത 2011 ഹോണ്ട സിറ്റി പെട്രോൾ. ഇതിൽ എഞ്ചിന് 1.2 ആണോ വരിക 1.5 ആണോ? 1.5 സിറ്റി 1.5 വരുന്ന എഞ്ചിനാണിത്. 1,04,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മൾ സ്പെഷ്യൽ റേറ്റ് എന്ന് പറയുന്നത് 2,45,000 കൊടുക്കാം. 1 ലക്ഷം വലിയൊരു കിലോമീറ്റർ അല്ല. ഹോണ്ടനെ സംബന്ധിച്ച് പെട്രോൾ വണ്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 13 മൈലേജ് കിട്ടൂലേ? 13 അല്ല, 15-നുള്ളിലായിട്ട്. 13 to 15-നുള്ളിലായിട്ട് മൈലേജ് വരുന്ന സാധനമാണ്. ഓക്കെ, ഇത് കറക്റ്റ് വേരിയന്റ് ഏതാ വരുന്നത്? നമുക്കത് ആണോ S ആണോ? എസ്. എനിക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ഒക്കെ. അത്യാവശ്യം സ്മൂത്ത് ആയിരിക്കും വണ്ടി. യാത്രക്ക് സുഖമായിരിക്കും. നല്ല കംഫർട്ടായിരിക്കും. സെഡാനും കൂടിയാണ്. ലോണും റേറ്റും ലോണ് 11 ആയത് കാരണം ലോൺ കിട്ടാൻ പ്രയാസമാണ്. കിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ ചെയ്യുന്നത് ശ്രീരാം അങ്ങനത്തെ ശരിക്കും അതിന്റെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും.
എന്തായാലും അവരൊക്കെ ബന്ധപ്പെട്ട 1.5 ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. റേറ്റ് എത്രയാ? 2,45,000. മൈക്ര XV വരുന്ന 2013 മോഡൽ. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോളില് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. XV എന്നുള്ളത് അന്ന് ഇറങ്ങിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. പക്ഷെ എല്ലോയ്സ് കമ്പനി എല്ലോയ്സ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സിലേക്ക് വന്നിട്ടുണ്ട്. XVയിലേക്ക് ഒരു നേരം 2 എയർ ബാഗ് വരുന്നുണ്ട്. പെട്രോളിൽ ഏകദേശം 15-17 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഓട്ടോമാറ്റിക് AC പോർഷൻ 4 പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരിക. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1 പുറത്ത് ഓടിയതാണ്. 2,25,000 കൊടുക്കാം. 2,25,000 2013 മോഡൽ മൈക്ര സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഓക്കെ. KL57 വണ്ടി അല്ലേ? കേരള വണ്ടി തന്നെയല്ലേ? കേരള വണ്ടി. KL57 കണ്ടപ്പോൾ ചോദിച്ചു കൊടുവള്ളിയാണ്. നെക്സ്റ്റ് നല്ലൊരു ഡീസൽ i20 തരാം. 3 ലക്ഷത്തിന് താഴെയായിട്ട് തരാം. ഓക്കെ. 2012 മോഡൽ ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പിൽ 95,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വയ്ക്കും. ആസ്റ്റ ഡീസൽ എന്ന് പറയുന്നത് 18-20 റേഞ്ചിൽ 20 മൈലേജ് വരും. i20 ഡീസലിന് മൈലേജ് ഉള്ളതാണ്. ഫ്ലൂയിഡിക് ഷേപ്പാണ് 12 വരുന്നത്. ആസ്റ്റ ഫുൾ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് ACയും സ്റ്റിയറിംഗ് കൺട്രോൾസും എയർ ബാഗ്സും കമ്പനി എല്ലോയ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മളൊരു പെട്രോൾ വെഹിക്കിളിന്റെ റേറ്റേ ചോദിക്കുന്നുള്ളൂ. 2,90,000 ഡീസൽ തരാം. ഓക്കെ. ലോണൊക്കെ 2.5 ലോൺ കയറും. 2.5 മുകളിൽ ചാൻസ് ഉണ്ട്. 2.5 കൂട്ടിക്കോളൂ. ഒരു 40 രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ആക്ക് സുഖമായിട്ട് ഇറക്കി കൊണ്ടാവും. ഓക്കെ. ഇപ്പൊ നിലവിൽ കണ്ടീഷനൊക്കെ എന്താ? വണ്ടി പെർഫെക്റ്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. നമുക്ക് 20 കിലോമീറ്റർ ആണ് കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. ഓക്കെ. നമ്പർ കാണിക്കാം. ഹിസ്റ്ററി എടുത്തിട്ട് മാത്രം വരാം. ഓക്കെ. അടുത്തത് സിംഗിൾ ഓൺഷിപ്പിൽ തന്നെ ഒരു ഗ്രാൻഡ് ഐറ്റം കൂടെ തരാം. 2015 മോഡൽ. പെട്രോൾ ആണോ ഡീസൽ? പെട്രോൾ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഇത് സ്പോർട്സ് വേരിയന്റിൽ വരും. ഓക്കെ. 3,25,000 തരാം. 2015 സിംഗിൾ ഓൺഷിപ്പ് സ്പോർട്സ്. അതെ. ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണോ? സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സ്റ്റിയറിംഗ് ടിൽറ്റും അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും AC പവർ സ്റ്റിയറിംഗ് 4 പവർ വിൻഡോസും. നിങ്ങളുള്ള വണ്ടിക്കൊക്കെ അത്യാവശ്യം നല്ല ടയർ കാണുന്നുണ്ടല്ലോ. ഈ മാക്സിമം വണ്ടികളും ഫസ്റ്റും സെക്കൻഡ് ഓൺഷിപ്പാണ്. സിംഗിൾ ഓൺഷിപ്പ് സെക്കൻഡ് വണ്ടികളെ കൊണ്ടല്ലേ. അടുത്ത വണ്ടിയിലോട്ട് പോയിക്കോളാം. പിന്നെ 2018 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് i20. 6 ലക്ഷം ചോദിച്ചാൽ നിങ്ങൾ വെറും മാർക്കറ്റ് റേറ്റ് ആണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ 5.95 ചോദിക്കും. ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് തരാം. നിങ്ങൾ ഡീലർ കൊടുത്തോളൂ. ഡീലർ കൊടുത്തോളൂ. ചാൻസ് ഉണ്ട്. 5 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ ഫോളോവേഴ്സിന് തരാം. അത് സിംഗിൾ ഓൺഷിപ്പ് ആണ്. പെട്രോൾ മാഗ്ന എക്സിക്യൂട്ടീവ് എന്നുള്ള സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ആകെ 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതിയ ഇൻഷുറൻസ് ഈ 5 ലക്ഷം രൂപയ്ക്ക് പുതിയ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്തരാം. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? കാര്യമായിട്ട് റീപ്ലേസ് ഒന്നുമില്ല. ബാക്ക് ഡോറിന് ചെറിയൊരു വർക്ക് വന്നിട്ട് പെയിന്റിങ് വന്നിട്ടുണ്ട്. റീപെയിന്റ്. ഓക്കെ. 2 എയർ ബാഗ് വരുന്നുണ്ടോ? മാഗ്ന എക്സിക്യൂട്ടീവ് എന്നുള്ള 4 പവർ വിൻഡോസും കൂടെ ചെറിയ 1-2 സ്റ്റിയറിംഗ് കൺട്രോൾസും വരുന്നുണ്ട്. ഇത് കിലോമീറ്റർ എത്ര ഉണ്ട്? 60 ഉണ്ടോ? 60-70? 71 കിലോമീറ്റർ. ചാൻസ് ആണോ? അല്ല, ഇതിനൊക്കെ കൂടുതലെന്ന് പറയുന്നവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാൻ ഞാൻ വില്ലിംഗ് ആണ്. താങ്ക് യു. ലോണൊക്കെ അത്ര തന്നെ കയറൂലേ? ഫുള്ള് ലോൺ ചെയ്തു. 5.4 റേഞ്ചിൽ കേൾക്കാറുണ്ട്. ലോണ് 5 രൂപ ചോദിക്കുന്നുണ്ട്. ക്യാഷ് ബാക്ക് വരണോ? ക്യാഷ് ബാക്ക് വരാം. നമ്മൾ വെറുതെ വരണ്ട. ഫുൾ ഉള്ളവർക്ക് ഫുൾ മോഡൽ ചെയ്തുതരാം. നെക്സ്റ്റ് 47,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന i20 സ്പോർട്സ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോളില് കറക്റ്റ് സർവീസുള്ള വണ്ടി. കിലോമീറ്റർ 47 തിരിഞ്ഞ വണ്ടി ഒന്നല്ല, കറക്റ്റ് ആണ്. തിരിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇവിടെ കൊണ്ടുപോയി വെക്കുക, പൈസ അങ്ങ് പോവാ. 2013 സ്പോർട്സ് പെട്രോള്. മൈലേജ് ഒരു 13 റേഞ്ചിൽ കിട്ടുന്ന i20 ഡീസലിന് അപേക്ഷിച്ച് കുറവായിരിക്കും. 13 ഒക്കെ നോക്കിയാൽ മെയിൻ്റനൻസ് ഉണ്ടാവില്ല. വണ്ടി ഓടിക്കാനൊക്കെ കംഫർട്ട് ആയിരിക്കും. എഞ്ചിനാണ്. അതേ സമയത്ത് അത്യാവശ്യം പവറും ഉണ്ടാവും. പിന്നെ പവറുള്ള വണ്ടിക്ക് പവർ ഉണ്ടാവും, മൈലേജ് ഉണ്ടാവില്ല. മൈലേജ് വണ്ടിക്ക് പവർ ഉണ്ടാവില്ല. 2,95,000 തരാം. 2013 i20 പെട്രോൾ അല്ലേ? ആ ലോ കിലോമീറ്റർ വണ്ടി ആണ്. ആ ഒരു ക്വാളിറ്റി വണ്ടിന്റെ മുകളിലുണ്ട്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. നെക്സ്റ്റ് വരുന്നത് ഒരു i20 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പ് 4,60,000 തരാം. 460,000 ഫുൾ എമൗണ്ട് ലോണും ചെയ്ത് തരാൻ പറ്റും. ഡീസലാണ്. സെയിം i20 ഫുൾ ഓപ്ഷൻ വണ്ടി. ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടി. i20 ആക്റ്റീവില് ആസ്റ്റ ഫുൾ ഓപ്ഷൻ വരുന്നത് വണ്ടി തരാം. വണ്ടി ലോക്ക്ഡ് ആണോ? ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടിയാണോ? കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. കറക്റ്റ് പ്രോപ്പർ സർവീസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ചെക്ക് ചെയ്യാം. ഇനി ലോണൊക്കെ എത്ര പറയാൻ പറ്റും? ഇതിന് ഫുൾ എമൗണ്ട്
എബോവ് കയറും. നമ്മളിപ്പം പറഞ്ഞ റേറ്റിൽ എബോവ് കയറുന്നതാണ്. ഫുൾ എമൗണ്ട് ലോൺ ലോൺ പറയാൻ പറ്റുമോ? 5 ഇല്ലെങ്കിലും 4.25 എന്തായാലും ചെയ്യാൻ പറ്റും. ചെയ്യാൻ വേണ്ടി 4,60,000 ആക്റ്റീവ് ഡീസൽ വരാം. മൈലേജ് ഉള്ള സെയിം i20 വരുന്ന എഞ്ചിൻ അല്ലത്. അതെ. ഇനി മാക്സിമം ലോൺ കയറുന്ന ഇതിനും മാക്സിമം ലോൺ വരും കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റും ലോണും ചെറിയൊരു ഇനീഷ്യൽ പേയ്മെന്റ് കയ്യിലുള്ള ആൾക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഈ വീഡിയോയിൽ മൊത്തം കാണിക്കുന്നത്. ഇത് റാപ്പിഡ് 2013 TDI എഞ്ചിൻ വരുന്ന ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടി. 1.5 അല്ലേ? 1.5. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 1,00,000 പുറത്ത് ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി ഉണ്ട്. 2,60,000 വരും. 2.65 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോൺ എന്തായാലും ലോൺ അത്ര തന്നെ കയറ്റാനും പറ്റും. 2012 12 അല്ലേ? 2012 അല്ല 13 അല്ലേ? 13 എന്തായാലും അതിന് മുകളിൽ കയറുമല്ലോ. എന്തായാലും നമ്മൾ ആദ്യം ഇട്ട റേറ്റിൽ തന്നെ വണ്ടി ലോൺ കയറുന്നതാണ്. എന്തായാലും 2.95 ഇട്ട റേറ്റ് ഇപ്പോ 2,65,000 30,000 കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്യാഷ് ബാക്ക് ആയിട്ട് കയറൂലേ? 30,000 ക്യാഷ് ബാക്ക് ഉണ്ടോ വേണ്ടവർക്കായിട്ട് ചെയ്യാം. സ്കോഡയാണ്. മെയിൻ്റനൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ മൈലേജും ഉണ്ടാവും, കംഫോർട്ടും ഉണ്ടാവും. പിന്നെ ഡിസയർ ഇത് ലോൺ പ്രോസസ്സിങ്ങിലാണ്, ബുക്കിങ്ങിലേക്ക് വന്നതാണ്. കാണിക്കണോ? കാണിക്കാം. 2018-19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട്. KL 48 രജിസ്ട്രേഷൻ ആണ്. 6 ലക്ഷം രൂപയ്ക്ക് വരാം. ഡീസലാണോ പെട്രോൾ ആണോ? പെട്രോൾ സിംഗിൾ ഓൺഷിപ്പ് ആണ് കേട്ടോ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, വെൽ കണ്ടീഷൻ വണ്ടി. 19 രജിസ്ട്രേഷൻ വരുന്ന VXI സിംഗിൾ ഓൺഷിപ്പ്. ആകെ 85,000 ഓടിയിട്ടുള്ളൂ. 6 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. ഓക്കെ. അടുത്തത് നെക്സ്റ്റ് ചാൻസ് ഉള്ള ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇയോൺ തരാം. 2012, അതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ബ്ലൂ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ലിമിറ്റഡ് എഡിഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇൻബിൽറ്റ് LPG വരുന്നത്. അതാണ് 1,55,000 കൊടുക്കാം കേട്ടോ. അത്ര തന്നെ 1.45 1.50 രൂപ ലോൺ അവൈലബിൾ ആണ് ഈ വണ്ടിക്ക്. ഒരു 5 രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉള്ള ആൾക്ക് സുഖമായിട്ട് ഇറക്കി കൊടുക്കും. LPG ഉണ്ട്, വണ്ടിയുടെ LPG ഉണ്ട്. ഇത് ഇൻബിൽറ്റ് കമ്പനി വരുന്നതാണ്. ബ്ലൂ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് 2012 ഇയോൺ ഹുണ്ടായി ഇറക്കിയ ഇൻബിൽറ്റ് 1,55,000 കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 2015 മോഡൽ ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടി. ഡീസലാണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ ആണ്. ഇത് മൊത്തം ഹുണ്ടായിന്റെ ഷോറൂം ഉണ്ടല്ലോ. ഇത് പെട്രോൾ ആണോ ഡീസലാണോ? പെട്രോൾ. 2015 മോഡൽ ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. 1.2 എഞ്ചിൻ വരുന്ന പെട്രോൾ എഞ്ചിൻ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 4,20,000 രൂപയ്ക്ക് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ. നിങ്ങൾക്ക് ലോണും ഫുൾ അവൈലബിൾ ആട്ടോ. 2015 ആണ് ആസ്റ്റ ഫുൾ ഓപ്ഷൻ പെട്രോൾ. ഈ ഒരു ഷേപ്പിലേക്ക് വരുന്ന കുറച്ചുകൂടെ മൈലേജ് ഉണ്ട്. വ്യത്യാസം 15ന്റെ അടുത്ത് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലാന്ന് പറഞ്ഞ ആൾക്കാർ കമന്റിൽ വരും. അപ്പോൾ അവർക്ക് കുറച്ച് കൊടുക്കും. യെസ്. അവര് ഇത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞു തന്നാൽ മതി. ഇതിലും കുറച്ചിട്ട് എവിടെയുള്ളത് പറയാനാ? 2016 മോഡൽ ഡിസയർ സിംഗിൾ ഓൺഷിപ്പ് പോയി. 80,000 കിലോമീറ്റർ വണ്ടി. 4,40,000. 2016 ഡിസയർ VXI പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് 80,000 കിലോമീറ്റർ ഓടിയ വെഹിക്കിൾ. നമുക്ക് ഇതിന് 3,80,000 വരെ ലോൺ അവൈലബിൾ ആണ്. 4,40,000 ഒരു 60 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 2018 മോഡൽ 1.2 മാഗ്ന കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 66,000 കിലോമീറ്റർ ഓടിയ വണ്ടി 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. അത് അത്ര തന്നെ 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 66,000 കിലോമീറ്റർ ഓടി, റീപ്ലേസ്മെന്റ് ഇല്ല, വെൽ കണ്ടീഷൻ വണ്ടി. നമുക്ക് അത്ര തന്നെ ലോണും ചെയ്ത് കൊടുക്കാം കേട്ടോ. 4 ലാഖ് ലോണും ചെയ്ത് കൊടുക്കാം. റേറ്റ് എത്രയാ? 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 18 മോഡൽ 1.2 66 ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നെക്സ്റ്റ് വരുന്നത് 2013 മോഡൽ i10 ഗ്രാൻഡ് ഡീസൽ എഞ്ചിനാണ്. ഫുൾ ഓപ്ഷൻ ആസ്റ്റ ഓപ്ഷണൽ വണ്ടിയാണ്. 1.1 അല്ലേ വരുന്നത്? 1.1 ആണോ വരിക? 1 ലിറ്റർ വരിക. ഡീസൽ 1 ലിറ്റർ അല്ലേ? 1068 അതിന്റെ ഓർമ്മയില്ല. അറിയുന്നവർ കമന്റ് ചെയ്യട്ടോ. ഡീസൽ എഞ്ചിന് എത്ര സീസൺ പോട്ടെ. മൈലേജ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മൈലേജ് ഉണ്ടാവും. ഇത് നമ്മൾ ചാൻസ് റേറ്റ് ആണ്. 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 2013 ആസ്റ്റ ഫുൾ ഓപ്ഷൻ ഗ്രാൻഡ്. 70,000 കിലോമീറ്റർ. നിലവിൽ എടുക്കുന്നതൊക്കെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും പെൻഡിങ് കാര്യമായിട്ടുണ്ടാവോ? വണ്ടി ചെക്ക് ചെയ്യാം. നമ്മൾ ഓടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും പ്രൈസ് ബെനിഫിറ്റ് ആണ്. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ലോണൊക്കെ എത്ര ഫുള്ള് ചെയ്ത് കൊടുക്കും. 2.5 ലക്ഷം ലോൺ ചെയ്ത് കൊടുക്കാം. 2020 മോഡല് ടിയാഗോ XM എന്നുള്ള വേരിയന്റ് 1.2 വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെൽ കണ്ടീഷൻ ആണ്. റീപ്ലേസ്മെന്റ് ഇല്ല. ബോഡി വേറെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. 14 ആകെ ഓടിയിട്ടുള്ളൂ. സീറ്റ് കവർ വരെ ഓപ്പൺ ചെയ്യാത്ത വണ്ടിയാണ്. 4,40,000 സ്പെഷ്യൽ റൈഡിൽ തരാം. 4 വരെ ലോണും ചെയ്തു തരാം. ഓൾഡ് ഷേപ്പ് ടിയാഗോ ആണ്. BS4 വരുന്നേരം. HM എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആണ്. ഏകദേശം ഒരു 17-15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ലോണൊക്കെ എത്ര തരാൻ പറ്റുന്നുണ്ടോ? 4 ലക്ഷം വരെ ലോൺ ചെയ്യാം. അടുത്തത് ഫുൾ ഓപ്ഷൻ വരുന്ന ടിയാഗോ ഓട്ടോമാറ്റിക്
2020 മോഡലാണ് 1.2 എഞ്ചിൻ വരുന്ന XZ പ്ലസ് ഉണ്ടോ? കാണുന്നുണ്ട്. പ്ലസ് XZ പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 30,000 കിലോമീറ്റർ കേട്ടോ. 37 ആ. AMT ആയിരിക്കും ട്രാൻസ്മിഷൻ വരുന്നുണ്ടാവുക. അതേ സമയത്ത് 1.2 ലിറ്റർ എഞ്ചിൽ ഏകദേശം 13-15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? റീപ്ലേസ് കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല റീപ്ലേസ് ചെയ്യാതുണ്ട്. സോറി, റേറ്റ് എത്രയായിരുന്നു നമുക്ക്? അത് 5,65,000. 565 എടുക്കുന്ന ലോണൊക്കെ എത്ര കിട്ടും? 5 വരെ ലോൺ ആവുള്ളൂ. നെക്സ്റ്റ് 2021 തന്നെ സെയിം സിംഗിൾ ഓൺഷിപ്പ് 30,000 കിലോമീറ്ററുടെ ഓട്ടോമാറ്റിക് മിഡിൽ ഓപ്ഷൻ വണ്ടി കേട്ടോ. ഇത് വരുന്നത് XT ഓട്ടോമാറ്റിക് അല്ല, XT എന്നുള്ള മിഡിൽ ഓപ്ഷൻ തന്നെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, പിന്നെ 2 എയർ ബാഗ് വരുന്നുണ്ടാവും. കിലോമീറ്റർ 30,000 സിംഗിൾ ഓൺഷിപ്പ് വണ്ടി കേട്ടോ. ഏകദേശം 13-15 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. ലോണൊക്കെ എത്ര പറയാം? ലോണും ഇത് 4.25 വരെയൊക്കെ ചെയ്ത് കൊടുക്കും. റേറ്റ് എത്രയായിരുന്നു? 5,60,000. 560. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് 2017 മോഡൽ AMT ഓട്ടോമാറ്റിക് വെർഷനിൽ വരുന്ന VXI സിംഗിൾ ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ലോണൊക്കെ എത്ര പറയാൻ പറ്റും? ലോൺ ഇതിന് 3.45, 3.60 ലോൺ അവൈലബിൾ ആണ്. 40,000 വണ്ടി എടുക്കും. 440 2017 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം K സീരീസ് എഞ്ചിൻ്റെ അകത്ത് 15 റേഞ്ചിലൊക്കെ മൈലേജ് അവൈലബിൾ ആണ്. നമുക്ക് അടുത്ത് നെക്സ്റ്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ കുറഞ്ഞ കിലോമീറ്റർ ഓടിയ ഒരു മാരുതി ബലേനോ തന്നാലോ? അതും നമുക്ക് 2018 മോഡൽ സീറ്റ എന്നുള്ള വേരിയന്റ് വരുന്നു. സീറ്റ എന്നുള്ള ആൽഫ എന്നുള്ള ഫുൾ ഓപ്ഷൻ തൊട്ട് കാണുന്നതാണ്. ഒരുവിധ എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ടാവും. ബാക്ക് വൈപ്പർ, ഡീഫോഗർ, കമ്പനി അലോയ്സ് വരും, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഡ്യുവൽ എയർ ബാഗ്, ഓട്ടോമാറ്റിക് AC, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, 1-2 ചെറിയ ഫീച്ചേഴ്സ്, ABS, എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. ചെറിയ മാറ്റം വരുന്നുള്ളൂ. റൈറ്റും അത്രയും നെറ്റ് റൈറ്റിൽ ആക്കി തരാം. 6,25,000 സിംഗിൾ ഓണർഷിപ്പ് 28,000 കിലോമീറ്റർ ഓടിയ ബലീനോ സീറ്റ. ശരിക്കും ബലീനോ 2018 ഈ ഒരു ന്യൂ ബമ്പറിലോട്ട് കൺവേർട്ട് ചെയ്താണ്. RS ഒക്കെ പെട്ടെന്ന് തോന്നി. KL 13 കൺട്രഷൻ വണ്ടിയാണ്. റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല. ലോണൊക്കെ എത്ര റീപ്ലേസ് ചെയ്തതിന് ലോണ് നമുക്ക് ഇതിന് 5 രൂപ ലോൺ ചെയ്യാം. 5.5 ലോൺ 6.4 വണ്ടിക്ക് റേറ്റ് 28,000 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും. ഏകദേശം ഒരു 18-22 റേഞ്ചിൽ മൈലേജ് കിട്ടും. 20-നുള്ളിലായിട്ട് മൈലേജ് കിട്ടും. ഇവന് മുകളിൽ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് 2020 മോഡൽ ആൾട്രോസ്. ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമ്മൾ ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞു കുറേ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇപ്പോൾ നമ്മളെ സ്റ്റോക്കിലുണ്ട്. 54,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ 1.2 XE എന്നുള്ള വേരിയന്റ് ആണ് വരുന്നത്. ഇത് നമ്മൾ എയർ ബാഗും പവർ സ്റ്റിയറിംഗ് ആയിരിക്കും വരിക. ഇത് നമ്മൾ നെറ്റ് റേറ്റ് ആയ 4,55,000 തരാം. 4,55,5 ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും അല്ലേ? ഈ വണ്ടിയും പ്രായമായിട്ടുള്ള ആൾക്കാർ തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്തറിയോ? 60 ഓപ്പൺ ആണോ? 180 ഡിഗ്രി ഫസ്റ്റ് ഇൻ സെഗ്മെന്റ്, ഫസ്റ്റ് ഇൻ ഇന്ത്യ. പേഷ്യൻസിനൊക്കെ എടുത്തു വെക്കണമെങ്കിലും നമുക്ക് ഇതിന് ഇത്ര സുഖമായിട്ട് ഇരിക്കാൻ വൈഡ് സിറ്റിസന് കയറാൻ വേണ്ടി നമുക്ക് മാരുതിയിൽ ഏതിന് വരുന്നുണ്ട് അറിയോ? വാഗണാർ ന്യൂ ഷേപ്പിന് 2020 ശേഷമുള്ള വണ്ടിക്ക് വരുന്നുണ്ട്. പക്ഷേ നല്ല വ്യത്യാസമുണ്ട്. മറ്റേ കറക്റ്റ് 180 ഈ 2 ഡോർ വന്നാൽ വാഗണാർ ഒരു 175, 170 ഒക്കെ ഉണ്ടാവുള്ളൂ. വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസം. 55 ഓടിയ വണ്ടിക്ക് 4,55,000. 4,55 ലോണൊക്കെ അത്ര തന്നെ. ലോൺ എന്തായാലും നമുക്കൊരു 4 വരെയൊക്കെ ചെയ്ത് കൊടുക്കാം. ടെറാനോ സിംഗിൾ ഓൺഷിപ്പ് ആണ്. 2016 മോഡൽ ഫുൾ ഓപ്ഷനിലാണ് വണ്ടി. RZ ഓപ്ഷനിലാണ്. 60,000 കിലോമീറ്ററോടെ വെൽ കണ്ടീഷൻ വണ്ടി കേട്ടോ. ഡീസൽ അല്ലേ? ഡീസൽ 6,40,000 കൊടുക്കാം. നല്ലൊരു വണ്ടി XUV നോക്കുന്ന ആൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ്. ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഫുൾ ലോഡാണ്. ഡീസലാണ്. റീപ്ലേസ്മെന്റ് ഇല്ല. കാലിക്കറ്റ് ഒരു 5 lakh വരെ ലോൺ അവൈലബിൾ ആണ്. ഇത് 110 ഉണ്ട്. 85 PS. മൈലേജ് നല്ല അത്യാവശ്യം 15-ന് മുകളിൽ മൈലേജ് വരും. ഓക്കെ. ലോൺ 5 ലക്ഷം റേഞ്ച്, 5 ലക്ഷം വരെ ലോൺ ചെയ്യാം. വണ്ടിക്ക് റേറ്റ് എത്രയായിരുന്നു? 6,40,000. 6,40. വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. പക്ക ക്വാളിറ്റി. അടുത്തത് സിംഗിൾ ഓൺഷിപ്പ് തന്നെ ക്രെറ്റ പെട്രോൾ 1.6 വരുന്ന 50,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺഷിപ്പ് വെഹിക്കിൾ. പെർഫോമൻസ് ഓറിയന്റഡ് വെഹിക്കിൾ ആണ്. 13 റേഞ്ചിലൊക്കെ ആയിട്ട് മൈലേജ് കിട്ടും. റൈറ്റ് നമുക്ക് 7,40,000 കൊടുക്കാം. ഇത് വേരിയന്റ് ഏതായിരുന്നു പറഞ്ഞാൽ? E ആണത്. E ആണ്. ഉണ്ടോ? EX ഉണ്ടോ? EX സെക്കൻഡ് വേരിയന്റ്. വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്? ലോൺ ഇതിന് നമുക്ക് 6 വരെ ലോണ് ചാൻസ് ഉണ്ട്. 6 ലക്ഷമാണോ? ഓക്കെ. റേറ്റ് 7,40,000. അപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ റാപ്പിയാണ്. വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വരെ കോൺടാക്ട് നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ട് നേരത്തെ മറ്റൊരു വീഡിയോ കാണുമ്പോൾ അഡിയോസ്.